Assalamualaikum and welcome back to yet another beautiful episode of Pinglu. ഇന്ന് നമ്മൾ എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് വേറെ ഒന്നിനുമല്ല. ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന് നമ്മളൊരു കുട്ടി ബ്രൈഡൽ ഷവർ പാർട്ടി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സിന് എന്ന് പറഞ്ഞാൽ 3 ബ്രൈഡ്സ് ഉണ്ട്. അവരുടെ കല്യാണം ഏറെക്കുറെ ഒരുമിച്ചാണ്, അതുകൊണ്ട് ഒരുമിച്ചാക്കി ബ്രൈഡൽ ഷവർ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോവാണ്. ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഡീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ പുതിയ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഈ ഒരു ഡ്രസ്സിന് ഒരു കഥയും കൂടി ഉണ്ട് കേട്ടോ. അതെന്താന്നുള്ളത് ഞാൻ ഷോർട്സിൽ പറയുന്നതായിരിക്കും. എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ ലേറ്റ് ആണ്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം കുറേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് നമ്മുടെ കോളേജിൽ ബിടെക് ആൻഡ് എംടെക് പഠിച്ച ഫ്രണ്ട്സിനാണ് കേട്ടോ ഒന്നും നമ്മൾ ബ്രൈഡൽ ഷവർ കൊടുക്കുന്നത്. ഇറ്റ് വിൽ ബി ഫൺ വ്ലോഗ് ഹോപ്പ്ഫുള്ളി. സോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വ്ലോഗിൽ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് അധികം ലേറ്റ് ആക്കേണ്ട, വണ്ടി എടുത്ത് പോവാം. എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ബൈക്കിനായിരിക്കും. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ഐ ഷോ യു എവറിഥിങ് അവിടെ എത്തിയിട്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഗൈസ്. അപ്പം ഇന്ന് നമ്മളെ ഡ്രസ് കോഡ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് പിടിച്ചത്. ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ മേക്കപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ആൻഡ് ഓൾസോ മൈ ഹെയർ സ്റ്റൈൽ ക്യൂട്ട്. അപ്പം ഞാൻ പോയി വരാം. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചു ഇത് കാപ്പാട് ബീച്ചാണോ എന്നുള്ളത്. അല്ല കേട്ടോ, അത് ഗോദേശ്വരം ബീച്ചാണ്, ബേപ്പൂരുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ സംഗതി സെറ്റപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഗോദേശ്വരം ബീച്ച്. അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്നിട്ട് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളി സ്പോട്ടാണ്. സാന്ദ്ര, ശ്രീബാബു, സേ ഹായ്. റെഡി? എന്റെ ഫുൾ ഡ്രസ് കാണിച്ചു കൊടുക്കുക വ്ലോഗിൽ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ബ്രൈഡ്സ് എല്ലാവരും ഓറഞ്ച് ഡ്രസ്സും ബ്രൈഡ്സ് മീറ്റ്സ് എല്ലാവരും ബ്ലാക്കിലുമാണ് കേട്ടോ ഇന്നത്തെ ഫുൾ തീം ചെയ്യണത്. അപ്പൊ നമ്മുടെ ഇവന്റ് ചെയ്തിട്ടുള്ളത് ഏതൻ ഇവന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സിമ്പിൾ ബാക്ക് ഡ്രോപ്പും അടിപൊളി ഒരു മജ്ലിസ് സെറ്റപ്പും ആണ് ചെയ്തു തന്നിട്ടുള്ളത്. നല്ല ഇഷ്ടമായിട്ട് എനിക്ക്. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടാണ്. ഒരുവിധം ഞങ്ങളുടെ എല്ലാ ഇവന്റ്സും ഏതൻ ഇവന്റ്സിനെ തന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ പരിപാടി ഏറെക്കുറെ ഒരു 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ പൊരിഞ്ഞ വെയിലായിരുന്നു. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് ബീച്ചിൽ ഈ ഒരു ബ്രൈഡൽ ഷവർ വെച്ചത് കുറച്ച് അബദ്ധമായോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോയി. കാരണം അങ്ങനെ വെയിലായിരുന്നു. സംഭവം നമ്മുടെ ഇവന്റ് സെറ്റ് ചെയ്തപ്പോൾ അവിടെ വെയിലുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരുന്നോടത്തേക്ക് തന്നെ വെയിൽ വന്നു. അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കുഞ്ഞാ പഠിച്ചോരെ പുന്നാരിച്ച് പുന്നാരിച്ച് ഓളെ കടിച്ച്. ബ്യൂട്ടി ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്. ഇഷ്ടപ്പെട്ട കാര്യമാണ് മുടി പിടിച്ച് ഞാനും ഹീറോയിനിവിടെ ശബലേട്ടാ. ഹലോ ഗേൾസ്. അപ്പൊ നമ്മുടെ 3 ബ്രൈഡ്സിന്റെയും കല്യാണം ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ടാണ്, അടുത്തടുത്താണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ബ്രൈഡൽ ഷവർ കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവം കളറായിരുന്നു. പിന്നെ മജ്ലിസ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ അതിലിരുന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൊക്കക്കോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ചിട്ട് റീൽസും ഫോട്ടോസും ഒക്കെ സെറ്റ് ആക്കാനുള്ളതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം കേക്ക് കട്ടിങ് നിന്ന് കേട്ടോ. അധികം വെയിലായതുകൊണ്ട് ഒരുപാട് നേരം പരിപാടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം സൺ ടാൻ അടിച്ച് പണ്ടാറിറങ്ങും. അതുകൊണ്ട് വേഗം കേക്ക് കട്ട് ചെയ്തു കേട്ടോ. കേക്ക് ഒരു ബ്ലാക്ക് കേക്കാണ്. ഞാൻ കേക്കിൻ്റെ ഒരു ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി ഗൈസ്.
ബ്ലാക്ക് കേക്കിൽ ഒരു ഓറഞ്ച് കളർ സൺഫ്ലവർ ഒക്കെ വെച്ചിട്ടായിരുന്നു ഡെക്കോർ ചെയ്തിട്ടുണ്ടായത്. സംഭവം കാണാൻ വലിയ ലുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ബൊക്കെയൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസും റീൽസും ഒക്കെ സെറ്റാക്കി. അതന്നെയായിരുന്നു മെയിൻ പരിപാടി അന്നത്തെ. എന്തായാലും കുറേ കാലം കൂടി നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ നല്ല രസമുള്ളൊരു ഈവനിങ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു ഫോർ എവർ മെമ്മറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ദിവസം. അപ്പം നമ്മൾ എല്ലാവരും ബ്രൈഡൽ ഷവർ കഴിഞ്ഞ് പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും